ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം PSC സ്വാഗതം. PSC ബയോളജി ഭാഗത്തു നിന്നും ഈ അടുത്ത് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ്, അതിന്റെ ആൻസേഴ്സ് എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ ഫാക്ട് ആണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് നമ്മൾ SCERTന്റെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഒരുപാട് കണ്ടന്റുകളൊക്കെ പല ടെക്സ്റ്റ് ബുക്കുകളിലും ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ 5th മുതൽ 10th വരെയുള്ള SCERT ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നമ്മൾ എന്തായാലും ഒരു PSC എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ നോക്കേണ്ടതാണ്. അപ്പൊ എങ്ങനെയൊക്കെയാണ് പഴയ ടെക്സ്റ്റിന് മാറ്റം, ആ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ വന്നു, അപ്പൊ ഇതൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. റെഡി? അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ തന്നെ പോവാം അല്ലെ. അപ്പൊ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതാ എങ്ങനെയാണ്: മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലമുണ്ടാകുന്ന അവസ്ഥ ഏത്? മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലമുണ്ടാകുന്ന അവസ്ഥ ഏത്? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഐഡിയ ഈ ഭാഗങ്ങളൊക്കെ പഠിച്ച ആൾക്കാർക്ക് അറിയാം. ഹോർമോൺ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അതാണ് ആദ്യം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ഏരിയ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അല്ലെ. ഹോർമോണുകളെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരുപാട് ഹോർമോണുകൾ ഉണ്ട്, ആ ഭാഗത്ത് നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സൊമാറ്റോട്രോപ്പിൻ എന്ന് പറഞ്ഞാൽ എന്താ? സൊമാറ്റോട്രോപ്പിൻ എന്നിവിടെ നിങ്ങൾക്ക് കാണാം അല്ലെ. സൊമാറ്റോട്രോപ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹോർമോൺ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. സൊമാറ്റോട്രോപ്പിൻ ഒരു ഹോർമോൺ ആണ്. ക്വസ്റ്റ്യനിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഒരുപാട് ആൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും കുട്ടികളിൽ ക്രെറ്റിനിസം, മുതിർന്നവരിൽ മിക്സഡിമ. അപ്പൊ ആ മുതിർന്ന എന്ന് പറയുന്ന വാക്ക് കണ്ടതുകൊണ്ട് തന്നെ ഒരുപാട് ആൾ മുഴുവൻ ക്വസ്റ്റ്യൻ പോലും വായിക്കാതെ മിക്സഡിമ എന്ന് പറയുന്ന ആൻസറിലേക്ക് പോയി തെറ്റിച്ചവരാണ്. അപ്പൊ മുതിർന്നവരാണ് എന്ന് വെച്ചിട്ട് എപ്പോഴും മിക്സഡിമ അല്ല. മുതിർന്നവരിൽ ഏത് ഹോർമോൺ ആണ് പറയുന്നത് എന്ന് നോക്കണം അല്ലെ. മുതിർന്നവരിൽ തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണുമായി ബന്ധപ്പെട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ അതിന്റെ കുറവ് വന്നു കഴിഞ്ഞാലാണ് മിക്സഡിമ. കുട്ടികളിൽ തൈറോക്സിൻ കുറയുമ്പോഴാണ് ക്രെറ്റിനിസം. അപ്പൊ ഹോർമോൺ ഏതാന്നുള്ളത് നോക്കിയപ്പം തൈറോക്സിൻ അല്ല, സൊമാറ്റോട്രോപ്പിൻ ആണ്. മുതിർന്നവർ എന്ന് പറഞ്ഞാൽ എന്താ? വളരുന്ന പ്രായം ഭാഗം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുതിർന്നവരാ അല്ലെ. അപ്പോ വളർച്ചാ ഘട്ടത്തിന് ശേഷം എന്നുള്ളതിന് പകരമാണ് ഇവിടെ മുതിർന്നവർ എന്ന് പറയുന്ന ഒരു അർത്ഥം അവരെ പ്രയോഗിച്ചത്. തെറ്റിക്കാൻ വേണ്ടി തന്നെ ചോദിച്ചതാണ്, ഒരുപാട് ആൾക്കാർ തെറ്റിച്ചു. ഓക്കെ, അപ്പൊ സൊമാറ്റോട്രോപ്പിൻ എന്ന് പറഞ്ഞാൽ വളർച്ചാ ഹോർമോൺ ആണ്, അത് മനസ്സിലാക്കുക. ഓക്കെ, വളർച്ചാ ഹോർമോൺ. തൈറോക്സിൻ ആണെങ്കിൽ നമ്മളെ ഉപാപചയ പ്രവർത്തനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഹോർമോൺ ആണ്, അത് വേറെയാണ്, ഇത് വേറെയാണ്. അപ്പൊ വളർച്ചാ ഹോർമോൺ വളർച്ചാ ഘട്ടത്തിൽ കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. ആ ഘട്ടത്തിൽ കൂടിയാലും കുറഞ്ഞാലും ഒക്കെ കുഴപ്പമാണ് അല്ലെ. വളരുന്ന പ്രായത്തില് നമ്മുടെ വളർച്ചാ ഹോർമോൺ കൂടിയാൽ ഭീമാകാരത്വം, കുറഞ്ഞാൽ വാമനത്വം. വളർച്ചാഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മുതിർന്നവരായി മാറുന്നത്. ആ സമയത്ത് ഉണ്ടായാൽ അക്രോമെഗാലി എന്ന് പറയുന്നതാണ് ആൻസർ. ഓക്കെ, അക്രോമെഗാലി എന്നതാണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഒരുപാട് ആള് മുതിർന്ന, മിക്സഡിമ പറഞ്ഞ് തെറ്റിച്ചു. ഹോർമോൺ ഏതാന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. റെഡി? യെസ്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുവാണെങ്കിൽ ഹോർമോൺ ഭാഗത്ത് തന്നെയാണ്. ഉറക്കത്തിന്റെയും ഉണർവിന്റെയും താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാ എന്നാണ് എപ്പോഴും ചോദിക്കുന്നതാണ്. എക്സാം ക്വസ്റ്റ്യൻ ഈ അടുത്ത് നടന്നതാണ്. കാറ്റഗറി നമ്പർ ഒക്കെ ഇവിടെ കാണാം. ഉറക്കം, ഉണർവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു കൃത്യമായിട്ട് ഉണരാൻ ഒരു അലാറം ഒക്കെ സെറ്റ് ചെയ്യണം അല്ലെ. കാരണം എന്നാലും നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അതുപോലെ ഉറങ്ങാനാണെങ്കിലും നമുക്കൊരു സമയം വേണം അല്ലെ. ഇന്നത്തെ കാലത്ത് ഉറങ്ങാനൊന്നും പ്രത്യേക സമയമൊന്നും ഇല്ല. ഫുള്ള് റീൽസ് ഒക്കെ കണ്ട് നമ്മൾ ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ പോലും കൃത്യമായിട്ട് ഉറങ്ങണം, ഉണരണം, എന്നാലേ നമ്മുടെ ശരീരത്തിലെ കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുള്ളൂ. അപ്പൊ ഇതൊക്കെ ഒരു ക്ലോക്ക് അല്ലെ, ഘടികാരം ഉണ്ടെങ്കിൽ നമ്മൾ അലാറം ഒക്കെ വെക്കും. അപ്പൊ അങ്ങനെ ആലോചിക്കുക. ജൈവ ഘടികാരം എന്ന് നമ്മൾ വിളിക്കുന്ന ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ജൈവ ഘടികാരം എന്ന് പറഞ്ഞാൽ ഏതാ? ബയോളജിക്കൽ ക്ലോക്ക് അല്ലെ. ബയോളജിക്കൽ ക്ലോക്ക് ആണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. അത് ഏതാണ് ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ ഏതാ? പീനിയൽ ഗ്രന്ഥി ആണ്. ഓക്കെ, പീനിയൽ ഗ്രന്ഥി എന്ന് നമ്മൾ പറയും. ഇതിനെ തന്നെ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പൈനിയൽ ഗ്രന്ഥി എന്ന് പറയാറുണ്ട്. രണ്ടും സെയിം ആണ്, പ്രൊനൗൺസിയേഷനിൽ ചെറിയൊരു വ്യത്യാസം. ഓക്കെ, ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ നമ്മൾ എഴുതുക. പീനിയൽ ഗ്ലാൻഡ് എന്നാണ് എഴുതുക. ഈ ഗ്രന്ഥിയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, അപ്പൊ ഉറക്കം, ഉണരൽ, അതുപോലെ കൃത്യമായി താളക്രമം പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് ഈ ഗ്രന്ഥിയാണ്. ഓക്കെ, അപ്പം ആ ഗ്രന്ഥി ഉണ്ടാക്കുന്ന ഹോർമോൺ ഏതാണ്? ക്വസ്റ്റ്യൻ ഗ്രന്ഥിനെ അല്ല ചോദിച്ചത്. ക്വസ്റ്റ്യൻ ഏതാ? അതിന്റെ ഹോർമോൺ ഏതാ? മെലാട്ടോണിൻ. ഓക്കെ, ഏതാണ്? മെലാട്ടോണിൻ. ഓക്കെ, റെഡി? ക്ലിയർ അല്ലേ? തൈറോക്സിൻ ആണെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ഓക്സിറ്റോസിൻ എന്നൊക്കെ പറഞ്ഞാൽ വാസോപ്രസിൻ, ഓക്സിറ്റോസിൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഹൈപ്പോതലാമസ് നിർമ്മിക്കുന്ന ഹോർമോണുകളാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിന്റെ പിന്തളത്തിൽ സംഭരിച്ചു വെക്കുന്നവരാണ്. അഡ്രിനാലിൻ എന്ന് പറഞ്ഞാൽ അഡ്രീനൽ ഗ്രന്ഥി ഉണ്ടാക്കുന്ന ഹോർമോൺ ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ മെലാട്ടോണിൻ ആണ്. പൈനിയൽ ഗ്രന്ഥി ഉണ്ടാക്കുന്ന ഹോർമോൺ ആണ് ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വന്നപ്പോൾ അതിലൊക്കെ കൃത്യമായിട്ട് ഉറക്കം, ഉണരൽ കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാ പൈനിയൽ ഗ്രന്ഥി എന്ന് പറയുന്ന ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിലാണ്.
ജൈവ ഘടികാരം എന്നാണ് പറയാ. മെലാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ പേരും ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം അവർ പാലിക്കും. രാത്രി കാലങ്ങളിൽ മെലാട്ടോണിന്റെ ഉൽപാദനം കൂടുതലാണ്. രക്തത്തിലെ മെലാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ രാത്രിയാവുമ്പോൾ കൂടും. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉറങ്ങുന്നത്. പകൽ സമയത്ത് കുറവ് എന്ന് പറഞ്ഞാൽ മെലാട്ടോണിന്റെ ഉൽപാദനം പകൽ കുറയണം. അപ്പോഴാണ് നമ്മൾ ഉണരേണ്ടത്. ഓക്കെ. ദെൻ കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും ഇവരാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സീസണൽ ബ്രീഡേഴ്സ് പോലുള്ള ഇപ്പം നായ, പൂച്ച, ടൈഗർ എന്നൊക്കെ പറയുന്ന സമയത്ത് അതിനൊക്കെ ഒരു ഹീറ്റിംഗ് പീരീഡ് ഉണ്ട് അല്ലെ. ആ ഒരു സമയമാകുമ്പോഴാണ് അവർ സെക്ഷലി ആക്റ്റീവ് ആകുന്നത്. അപ്പൊ കൃത്യമായിട്ട് ആ ഒരു സമയത്ത് അവർക്ക് അങ്ങനെ ഒരു സെക്ഷൽ ഹീറ്റ്, ആ ഒരു ഫീലിങ്സിലേക്കൊക്കെ എത്തിക്കുന്നത് ഈ ഹോർമോണിന്റെ പ്രൊഡക്ഷൻ ആണ്. ഇത് ശരിക്കും ഒരു NCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ എടുത്ത് മെൻഷൻ ചെയ്ത് പറയുന്ന ഒരു പോയിന്റ് ആണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഇനി അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ഒന്ന് നോക്കാം. ഇതില് ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. താഴെ പറയുന്നവർ, ഇത് PSC ചോദിച്ചാണ്, ഈ അടുത്ത് ചോദിച്ചാണ്, ഏത് ഹോർമോണാണ് കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്? അപ്പൊ ഏതാണ് ക്വസ്റ്റ്യൻ? നമ്മുടെ ടെക്സ്റ്റിലുള്ള അതേ പോയിന്റ് ആണ്. ഇപ്പൊ നിങ്ങൾ സ്ലൈഡ് കണ്ട സെയിം പോയിന്റ് ആണ്. ഏതാണ്? സെയിം സാധനമാണ്. നമ്മളെ മെലാട്ടോണിനെ പറ്റിയാണ് പറയുന്നത്. ഒരേ ഹോർമോണിനെ പറ്റിയുള്ള 2 പോയിന്റുകളാണ് അടുപ്പിച്ച് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ പുതിയ ടെക്സ്റ്റ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതില് ഉറക്കം, ഉണരൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒക്കെ ഒന്ന് വായിച്ച് നമുക്ക് മനസ്സിലാക്കിയേക്കാം. ഉറക്കവും ഉണരലും എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ, മസ്തിഷ്കത്തിന്റെ തലാമസിന് സമീപം സ്ഥിതി ചെയ്യുന്ന പീനിയൽ ഗ്രന്ഥി മെലാട്ടോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഹോർമോണിന്റെ ഉൽപാദനത്തിൽ ഉണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകൾ ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും ഒക്കെ എന്ത് ചെയ്യും, സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഓക്കെ, റെഡി? യെസ്. ഉറക്കത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തു കാണാം. അതുകൊണ്ട് ഇനി വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഉറക്ക ഹോർമോൺ എന്നപ്പോ വിളിക്കുന്നത് ആരാ? മെലാട്ടോണിനെയാണ്. ഉറക്ക ഹോർമോൺ എന്ന് വിളിക്കുന്നത് മെലാട്ടോണിനെയാണ്. ദെൻ അതിന്റെ ഉൽപാദനം കൂടുന്നത് രാത്രിയിലാണ്. അപ്പൊ എങ്ങനെയാണ് രാത്രിയിൽ ഇതിന്റെ ഉൽപാദനം കൂടുന്നതെന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അധിക വായനയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. അപ്പൊ ഒന്ന് വായിച്ചു വെച്ചേക്കാം. നമ്മുടെ ശരീരത്തിലെ ഒരു ഗ്രന്ഥി, പീനിയൽ ഗ്രന്ഥി, ഇരുട്ടിനോട് പ്രതികരിക്കുന്നതിന്റെ ഫലമായാണ് മെലാട്ടോണിന്റെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പ്രഭാതമാകുമ്പോൾ പ്രകാശത്തിന്റെ സാന്നിധ്യം ഈ ഹോർമോണിന്റെ ഉൽപാദനം കുറയ്ക്കുന്നു. അപ്പൊ രാത്രിയാവുന്ന സമയത്ത് കൃത്യമായിട്ട് എങ്ങനെ ഹോർമോൺ വരുന്നു, രാത്രിയായി എന്ന് മനസ്സിലാവുന്ന ആ പ്രകാശത്തിന്റെ സാന്നിധ്യം ഇല്ലാതാവുമ്പോൾ ആ ഗ്രന്ഥി ഉത്തേജിപ്പിക്കപ്പെടുകയാണ്. എന്നിട്ട് ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കൂട്ടണം. അങ്ങനെയാണ് അവർ രാത്രി എന്ന് മനസ്സിലാക്കുന്നത് അല്ലെ. നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗ്രന്ഥിക്ക് മനസ്സിലാവുന്ന ഭാഗ്യം. പിന്നെ രാവിലെ ആവുന്ന സമയത്ത് ആ ഇരുട്ട് പോവാണ്, പ്രകാശത്തിന്റെ സാന്നിധ്യം വരുമ്പം അവര് ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നാം ഉണരുന്നത്. ഉണർന്നിരിക്കുന്നതിന് പ്രചോദനം നൽകുന്നവയാണ് കാപ്പി, ചായ, കോള എന്നിവ. അതിനാൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഇവ കുടിക്കരുത് എന്ന് പറയാനുള്ള കാര്യം അതാണ്. അപ്പൊ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം കിട്ടൂല അല്ലെ. ക്ഷീണം, ഏകാഗ്രതയില്ലായ്മ, ഉന്മേഷക്കുറവ്, പെട്ടെന്നുള്ള ദേഷ്യം തുടങ്ങിയ ഉറക്കമില്ലായ്മയുടെ ഫലമായിട്ട് ഉണ്ടാകാം എന്നൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 1-2 പോയിന്റ് ഉണ്ട്. നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ മെൻഷൻ ചെയ്യുന്ന ഇതിന്റെ എക്സ്ട്രാ പോയിന്റ്സ് ആണ്. നേരത്തെ പറഞ്ഞ 2 കാര്യം ഓർമ്മിക്കുക. അതിന്റെ കൂടെ ഉറക്കം, ഉണരൽ ചക്രം ഒക്കെ ശരീര ഊഷ്മാവ് നിലനിർത്തുന്നതിലും ഈ ഒരു ഗ്രന്ഥിയും ഹോർമോണും നമ്മളെ സഹായിക്കുന്നു. അതുപോലെ നോക്കിയേ, ഉപാപചയ പ്രവർത്തനം, ത്വക്കിന്റെ നിറഭേദം, രോഗപ്രതിരോധ ശേഷി, അതിനൊക്കെ സഹായിക്കുന്നുണ്ട് ഇവര്. പക്ഷേ ഉപാപചയ പ്രവർത്തനം എന്നൊക്കെ മാത്രം എടുത്തു ചോദിച്ചാൽ ഒരിക്കലും ഈ ഒരു ഹോർമോണിനല്ല, തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ആൻസർ ചെയ്യുക. NCERTയുള്ള എക്സ്ട്രാ പോയിന്റ്സ് ആണ്. ഓക്കെ, കോമൺ ആയിട്ടുള്ള പോയിന്റ് മെയിൻ ആയിട്ട് നിങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താ കൊടുത്തേ? ഉപ്പ് നിലനിർത്തൽ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? ഉപ്പ് നിലനിർത്തൽ ഹോർമോൺ ഈ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഇതൊരു കൺഫ്യൂഷൻ അല്ലെ. ഉപ്പിന്റെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എവിടെയും പഠിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഉപ്പ് എന്നായിരിക്കില്ല, ലവണം എന്നും പറഞ്ഞുകൊണ്ട് പഠിച്ചിട്ടുണ്ടാവും. അത് തന്നെയാണ് ഉപ്പ്. ജലം, ലവണം, അതിന്റെ സന്തുലനാവസ്ഥയ്ക്ക് സഹായിക്കുക, രക്തസമ്മർദ്ദം ക്രമീകരിക്കുക, ഇങ്ങനെയുള്ള ഫംഗ്ഷൻ ഒക്കെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം? ഓക്കെ, യെസ്, നമ്മളെ ബുക്കിൽ ഉള്ളതാണ്. ഈ ഭാഗമൊക്കെ കൃത്യമായിട്ട് നമ്മളെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതേതാ? അഡ്രീനൽ ഗ്രന്ഥിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അഡ്രീനൽ ഗ്രന്ഥിക്ക് കോർട്ടെക്സ്, മെഡുല എന്ന് പറയുന്ന 2 ഭാഗങ്ങളുണ്ട്. അഡ്രീനൽ ഗ്രന്ഥി എവിടെയാണ്? അതിവൃക്ക ഗ്രന്ഥി, വൃക്കേന്റെ മുകളിലാണ് കാണുന്നത് അല്ലെ. അപ്പൊ നോക്കിയതാ, കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ, ആൻഡ്രോജനുകൾ എന്നിങ്ങനെയുള്ള 3 തരം ഹോർമോണുകളെ നമ്മൾ അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്നു. ഏതാ ഗ്രന്ഥിന്റെ പേരെന്താ? അഡ്രീനൽ ഗ്രന്ഥി. ഓക്കെ, അഡ്രീനൽ ഗ്രന്ഥി ആണ് നിർമ്മിക്കുന്നത് വൃക്കേന്റെ മുകളിൽ കാണപ്പെടുന്ന ഗ്രന്ഥി. കോർട്ടിസോൾ ഉണ്ട്, അൽഡോസ്റ്റിറോൺ ഉണ്ട്, ആൻഡ്രോജനുകൾ ഉണ്ട്. ഇതിൽ എവിടെയാണ്? ശരീരത്തിലെ ലവണ സന്തുലനത്തിന് സഹായിക്കുന്നു. കണ്ടോ, ഈ ലവണം എന്നതാണ് ഉപ്പുമായിട്ട് ബന്ധപ്പെട്ട്. അതിന്റെ കൂടെ ഓർമ്മിക്കാൻ പറ്റും രക്തസമ്മർദ്ദം ക്രമീകരിക്കുക. എപ്പോഴും നമ്മൾ രക്തസമ്മർദ്ദം, BP ഉള്ളവർ ഉപ്പൊക്കെ അധികം കഴിക്കരുതെന്ന് പറയില്ലേ, അത് കൂടും അല്ലെ. അതുകൊണ്ട് ഉപ്പുമായിട്ട് ബന്ധം എന്തായാലും BP ക്ക് ഉണ്ടാവും. അപ്പൊ ലവണ സന്തുലനത്തിന് സഹായിക്കുക, അതേപോലെ രക്തസമ്മർദ്ദം ക്രമീകരിക്കുക. ഇത് രണ്ടും പറഞ്ഞാൽ അൽഡോസ്റ്റിറോണിന്റെ ധർമ്മങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ഓപ്ഷൻസിലേക്ക് പോവാം.
ഏതാ? വാസോപ്രസിൻ, അൽഡോസ്റ്റിറോൺ, അഡ്രിനാലിൻ, സൊമാറ്റോട്രോപ്പിൻ. അപ്പൊ ഏതാണ് ആൻസർ? ഏതാണ്? അൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നതാണ് ആൻസർ. ഓക്കെ, അൽഡോസ്റ്റിറോൺ. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ചിലപ്പോ വാസോപ്രസിനും നമ്മൾ എന്തോ ഒരു ബന്ധം, ജലം, ലവണം എന്നോ എവിടെയോ കേട്ടിട്ടുണ്ടാവും. ജലം തന്നെയാണ്. ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നതാണ്. അതും എവിടെയാണ്? വൃക്കയിൽ വെച്ചിട്ടാണ്. വൃക്കയിലെ ജലത്തിന്റെ പുനരാകിരണം. അതുകൊണ്ട് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുള്ളതാണ്. വാസോപ്രസിൻ ആണോ അൽഡോസ്റ്റിറോൺ ആണോ? ലവണം, ഉപ്പ് എന്ന് പറയുന്നത് ഇവരുമായി ബന്ധപ്പെട്ടിട്ടാണ്. അവർ ബാലൻസ് ചെയ്യാണ്. ലവണത്തിന്റെ അളവ് ബാലൻസ് ചെയ്യുന്നവരാണ്. ഇവര് അധികമായിട്ട് ജലാംശം ബോഡിയിൽ നിന്ന് പോകുമ്പോൾ അതിനെ തിരിച്ചു പിടിച്ച് റീഅബ്സോർബ് ചെയ്യുന്ന, പുനരാകിരണം ചെയ്യുന്നവരാണ്. അപ്പൊ രണ്ടും രണ്ട് തന്നെയാണ് കേട്ടോ. യെസ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. തൈറോയിഡിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു ഏതാണ്? തൈറോയ്ഡ് ഗ്രന്ഥി എന്നൊക്കെ പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഉപാർജ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ്. തൈറോയ്ഡ് ഗ്രന്ഥിന്റെ കൃത്യമായ പ്രവർത്തനം, അതിന് തൈറോക്സിൻ ഉണ്ടാക്കാൻ ആവശ്യമായ ഹോർമോൺ അല്ലെ, തൈറോക്സിൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ധാതു ഏതാണ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. ഇത് വേണമെങ്കിൽ ധാതുക്കൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിട്ടും എടുക്കാം, ഗ്രന്ഥി എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കാണാം. ആൻസർ ഏതാ വേണ്ടത്? അറിയാലോ, സിമ്പിൾ സംഭവമാണ്, അയോഡിൻ ആണ് അല്ലെ, അയോഡിൻ ആണ്. അതിന്റെ കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഗോയിറ്റർ എന്ന് പറയുന്ന ഒരു അവസ്ഥയും ഉണ്ടാവും. ഗോയിറ്റർ, സിമ്പിൾ ഗോയിറ്റർ എന്ന് വിളിക്കുന്ന നമ്മളെ ഗോയിറ്റർ. ഓക്കെ, സിമ്പിൾ ഗോയിറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ ഗോയിറ്റർ എന്ന് പറയാം. പുതിയ ടെക്സ്റ്റിൽ ഇപ്പൊ സിമ്പിൾ ഗോയിറ്റർ എന്നും കൂടെ മെൻഷൻ ചെയ്തു. അപ്പൊ ഇനി ആദ്യമായിട്ട് കേൾക്കുന്നവരൊന്നും പേടിച്ചു പോണ്ട. നമ്മൾ ഇത്രയും കാലം കേട്ട ഗോയിറ്റർ തന്നെയാണ് സിമ്പിൾ ഗോയിറ്റർ. കാരണം തൈറോക്സിൻ കൂടിയാൽ ഉണ്ടാവുന്നത് എക്സ് ഓഫ് താൽമിക് ഗോയിറ്റർ ആണ്. ഇത് കുറയുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയാണ് നമ്മുടെ സിമ്പിൾ ഗോയിറ്റർ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഹോർമോൺ ഭാഗത്ത് നിന്ന് നമ്മൾ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് നോക്കിയിരുന്നു അല്ലെ. അതേപോലെ വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് കടക്കുവാണെങ്കിൽ ഏതാണ്? നമ്മുടെ നാഡീ വ്യവസ്ഥ പഠിക്കുമ്പോൾ നാഡീ വ്യവസ്ഥയുടെ കേന്ദ്രമായിട്ടുള്ള നമ്മുടെ ബ്രെയിനുമായിട്ട്, മസ്തിഷ്കമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു. ഇത് ആ വ്യക്തിയെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സെറിബെല്ലത്തിന് തകരാറ്. ഇത് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ മുൻപേ ഒക്കെ പഠിച്ച കുറെ കാര്യമാണ്. ബ്രെയിനിന്റെ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചാൽ കിട്ടും. അപ്പൊ ഇനി തൊട്ട് ബ്രെയിനിന്റെ ഭാഗം പഠിക്കുമ്പോൾ പുതിയ 10ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ബ്രെയിനിന്റെ അത്യാവശ്യം നല്ലൊരു ചിത്രവും അതിന്റെ കൂടെ കുറച്ചധികം പോയിന്റ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഡയഗ്രം വന്നിട്ടുണ്ട്. പഠിക്കുമ്പോൾ പുതിയത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. പഴയതൊന്നും തെറ്റല്ല, പക്ഷെ കുറച്ച് അപ്ഡേഷൻ ഉണ്ട്, അതും കൂടെ ചേർത്ത് പഠിക്കാം. ഐച്ഛിക ചലനങ്ങളുടെ നിയന്ത്രണം ഇല്ലാതാകുന്നു. ഐച്ഛിക ചലനം എന്നൊക്കെ പറയുമ്പോൾ ആരെ കൺട്രോളാ? സെറിബ്രമാണ് അല്ലെ. ശരീര തുലന നില പാലിക്കപ്പെടുന്നില്ല, ഹൃദയസ്പന്ദനം നിലയ്ക്കുന്നു, ഓർമ്മയ്ക്ക് തകരാറ് സംഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഏതായിരിക്കും? സെറിബെല്ലം എപ്പോഴും നമ്മളെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ മദ്യപിച്ച ആൾക്കാര് സെറിബെല്ലത്തിനെ മദ്യം ബാധിച്ചു എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നതല്ലേ അല്ലെ. അപ്പൊ സെറിബെല്ലം എന്ന് പറയുമ്പോൾ ബോഡി ബാലൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ശരീര തുലന നില പാലിക്കപ്പെടുന്നില്ല എന്നതാണ് അതിന്റെ ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ചിത്രം. ഇതിലുള്ള എല്ലാം ഇപ്പൊ പറയാൻ സമയമില്ലെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കുക. 10ാം ക്ലാസ്സിന്റെ പുതിയ SCERT ടെക്സ്റ്റ് ബുക്കിന്റെ പാർട്ട് 1 ടെക്സ്റ്റ് തന്നെ ഈ ഒരു ഡയഗ്രാം കാര്യങ്ങളൊക്കെ കൊടുത്തത് കാണാം കേട്ടോ. അപ്പൊ നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഇതാണ് നമ്മളിപ്പോ പറഞ്ഞ സെറിബെല്ലം. ഇതാ അവിടെ കിടക്കുന്നു. മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗം. ഒന്നാമത്തെ ഭാഗം ഏതായിരുന്നു? സെറിബ്രം ആണ് അല്ലെ. ഏറ്റവും വലിയ ഭാഗം സെറിബ്രം, രണ്ടാമത്തത് സെറിബെല്ലം. ആ പേര് പോലെ എടുത്താൽ മതി. സെറിബ്രത്തിന്റെ പിന്നിൽ താഴെയായി കാണപ്പെടുന്നു. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക, ശരീര തുലന നില കൈവരിക്കാൻ സഹായിക്കുക. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ, അറിയാവുന്നതാണ്. പിന്നെ സെറിബ്രം ആണ് വലിയ ഭാഗമാണ് അല്ലെ. എവിടെയൊക്കെ കുറച്ച് പോയിന്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ബാഹ്യഭാഗം കോർട്ടെക്സ്, അതേപോലെ അതിന്റെ ഉൾഭാഗം മെഡുല്ല. ഇതൊക്കെ മുൻപേ ടെക്സ്റ്റിലുള്ളത് തന്നെയാണ്. അപ്പൊ കോർട്ടെക്സ് ആണ് ഗ്രേ മാറ്റർ, മെഡുല്ലയാണ് വൈറ്റ് മാറ്റർ എന്ന് വിളിക്കുന്നത്. പിന്നെ ഇതാ അവിടെ കുറച്ച് പോയിന്റ് ഒക്കെ എക്സ്ട്രാ ആഡ് ചെയ്താണ്. പ്രശ്ന പരിഹാരം, ആസൂത്രണം, പിന്നെ ഐച്ഛിക ചലനം ഓക്കെ എന്നിവയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. ഓർമ്മ, ബുദ്ധി, ചിന്ത, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തത് കാണാം. വിവിധ ഇന്ദ്രിയ അനുഭവങ്ങൾ ലഭ്യമാക്കുന്ന ഭാഗമാണ് നമ്മുടെ സെറിബ്രം. ഓക്കെ, തലാമസ് എന്ന് പറയുമ്പോൾ ഇവിടെ മസ്തിഷ്കത്തിന്റെ ആന്തരഭാഗത്ത് കാണപ്പെടുന്നു. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള പുനഃപ്രസരണ കേന്ദ്രം, അതാണ് ചോദിക്കാറ്. റിലേ സെന്റർ എന്നൊക്കെ പറയും. പിന്നെ വേദന സംഹാരി പ്രവർത്തിക്കുന്ന ഭാഗം. ഇത് മുൻപേ നമ്മൾ പഠിക്കാറുണ്ടെങ്കിൽ ബുക്കിൽ ഇത് ആഡ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാം. ഹൈപ്പോ തലാമസ് പറയുമ്പോൾ എന്താ? ശരീരോഷ്മാവ്, വിശപ്പ്, ദാഹം, വികാരം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ച് ആന്തര സമസ്ഥിതി, ഇതൊക്കെയാണ് എപ്പോഴും ചോദിക്കുക അല്ലെ. ആന്തര സമസ്ഥിതി പാലിക്കാൻ സഹായിക്കുന്നതാണ്. പിന്നെ ഇവിടെ ആഡ് ചെയ്ത കാര്യങ്ങളാണ്. മെഡുല്ല ഒബ്ലോങ്കേറ്റ വരെ നമ്മൾ പഠിക്കാറുണ്ട്. അതല്ലാതെ പോൺസ് എന്ന് പറയുന്ന ഭാഗം, മിഡ് ബ്രെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗവും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ മെഡുല്ല ഒബ്ലോങ്കേറ്റ. അതിന്റെ ഇത്രയും ഭാഗത്തിനെയാണ് നമ്മൾ പോൺസ് എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് നമ്മളെ മിഡ് ബ്രെയിൻ എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, ബ്രെയിന്റെ നടുഭാഗം അല്ലെ. അവരുടെ പ്രവർത്തനവും കൊടുത്ത് കാണാം.
പിന്നെ ഇവരെ മൂന്നാളെയും കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രെയിൻ സ്റ്റെം. ഓക്കെ, ബ്രെയിൻ സ്റ്റെം കണ്ടില്ല, ഒരു ചെടീന്റെ സ്റ്റെം പോലെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് ബ്രെയിൻ സ്റ്റെം എന്നാണ് മൂന്നിനെയും ചേർത്തുകൊണ്ട് നമ്മൾ പഠിക്കുക. ആ ഭാഗത്തു നിന്നൊക്കെ ഇനി ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നന്നായിട്ട് ഈ ചിത്രം വെച്ചിട്ട് തന്നെ പറയാം കേട്ടോ. സമയക്കുറവുകൊണ്ടാണ് ഒരു വീഡിയോന്റെ ഉള്ള മാക്സിമം കാര്യങ്ങൾ ഉൾപ്പെടുത്താനുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സ്പീഡിൽ പോകുന്നത്. നിങ്ങൾ നോക്കണേ, ആ ഒരു ഭാഗം എന്തായാലും കൃത്യമായിട്ട് നോക്കാം. അപ്പൊ ഇവിടെ എന്തായാലും എഴുതി നോക്കുകയാണെങ്കിൽ ഇത് ആരുടെ ധർമ്മമാ? ഇത് സെറിബ്രം ചെയ്യേണ്ട കാര്യമാണ്, ഐച്ഛിക പ്രവർത്തനം അല്ലെ. ഹൃദയസ്പന്ദനം നിലയ്ക്കുന്നു എന്നാണ് കൊടുത്തത്. ഹൃദയസ്പന്ദനം ആരുമായിട്ട് നിൽക്കുന്ന കാര്യമാണ്? നോക്കിയേ, ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ഛർദി, ചുമ, തുമ്മൽ തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനം നമ്മളെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ മെഡുല്ല ഒബ്ലോങ്കേറ്റയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണത്. ഓക്കെ, റെഡി അല്ലേ? യെസ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളെ മെഡുല്ല ഒബ്ലോങ്കേറ്റ്, വെറും മെഡുല്ല എന്നല്ല, മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്ന ഭാഗം തന്നെ കൃത്യമായിട്ട് പറയും. ഓക്കെ, ഓർമ്മയ്ക്ക് തകരാറ് സംഭവിക്കുന്നതാണെങ്കിൽ ഓർമ്മ, ചിന്ത, ബുദ്ധി, ഭാവന എന്നൊക്കെ പറഞ്ഞാൽ ആരുടെ ഫംഗ്ഷനാ? സെറിബ്രത്തിന്റെ തന്നെ ധർമ്മമാണ്. ഓക്കെ, അടുത്തത് മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലപാളി ഏതാണ്? എപ്പോഴും ഓരോ ഭാഗവും പൊതിഞ്ഞു കാണുന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന കോമൺ ക്വസ്റ്റൻ ആണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന 3 പാളികളുള്ള സംഭവം ഉണ്ട് അല്ലെ. ബ്രെയിനിന് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി 3 പാളികൾ. അതിന്റെ പേരെന്താ? 3 ലെയറാണ്, 3 പാളികളാണ്. മെനിഞ്ചസ്. പെരികാർഡിയം എവിടെയാണ്? ഇരട്ടപ്പാളിയാണ്, ഹൃദയം അല്ലെ. പ്ലൂറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? ശ്വാസകോശമാണ്. ഒക്കെ അറിയാലോ, ശ്വാസകോശം ആണ്. അപ്പൊ കോർട്ടെക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തിന്റെ ആണെങ്കിലും അഡ്രീനൽ ഗ്രന്ഥിന്റെ ആണെങ്കിലും വൃക്കേന്റെ ആണെങ്കിലും പുറം ഭാഗമാണ് കോർട്ടെക്സ്, ഉൾഭാഗമാണ് മെഡുല്ല. നമ്മൾ പുറത്തല്ലേ കോട്ടിടുക എന്ന് പറയും, ഒരു ഡ്രസ്സിന്റെ പുറത്താണല്ലോ കോട്ട്. അപ്പൊ ഇതിന്റെയൊക്കെ പുറം ഭാഗമാണ് കോർട്ടെക്സ്, ഉൾഭാഗമാണ് മെഡുല്ല. ഓക്കെ, അതൊരു വാക്കാണ്, പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ഥലത്ത് അപ്ലൈ ചെയ്യാം. വൃക്കേന്റെ ഘടന പഠിക്കുമ്പോൾ, അഡ്രീനൽ ഗ്രന്ഥി പഠിക്കുമ്പോൾ അല്ലെ. അതേപോലെ ഇപ്പൊ നമ്മള് ബ്രെയിനിന്റെ ഭാഗം പറയുമ്പോൾ പുറത്താണ് കോർട്ടെക്സ്, ഉള്ളിലാണ് മെഡുല്ല. പുക, ഉമ എന്നൊക്കെ ആലോചിച്ച് വെക്കാറുണ്ട് ആദ്യത്തെ അക്ഷരം വെച്ചുകൊണ്ട് അല്ലെ. യെസ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ ആന്തര സമസ്ഥിതി പാലനത്തെ സഹായിക്കുന്നു. ഇപ്പൊ വായിച്ചപ്പോ കണ്ടതല്ലേ നമ്മള്, ആന്തര സമസ്ഥിതി പാലനം എന്ന് പറഞ്ഞാൽ ആരുടെ ഫംഗ്ഷൻ ആണ്? ആരുടേതായിരുന്നു? ഹൈപ്പോ തലാമസ്. നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലേ. ഹൈപ്പോ തലാമസിന്റെ ഫംഗ്ഷൻ ആണ് ആന്തര സമസ്ഥിതി പാലനം. ശരീരോഷ്മാവ്, ദാഹം, വിശപ്പ്, വികാരം അല്ലെ, അല്ലെങ്കിൽ ലൈംഗികാസക്തി എന്നൊക്കെ ആയിരിക്കും കൊടുക്കുക. അതിന്റെ കൂടെ ആന്തര സമസ്ഥിതി പാലനം. പിന്നെ ഒരു ഗ്രന്ഥി, അന്തസ്രാവി ഗ്രന്ഥിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മസ്തിഷ്ക ഭാഗം കൂടിയാണ് ഇത് നമ്മളെ ഹൈപ്പോ തലാമസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻ, ഇതൊക്കെ PSC ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പൊ നോട്ട് ചെയ്യാം. പിന്നെ നമ്മളെ പുതിയ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്തേക്കാം. താഴെ പറയുന്നവയിൽ ബ്രെയിൻ സ്റ്റെം ഉൾപ്പെടാത്ത ഭാഗം ഏതാണ്? ഏതൊക്കെ 3 ഭാഗത്തിനെ ചേർത്തായിരുന്നു നമ്മൾ ബ്രെയിൻ സ്റ്റെം എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്? മെഡുല്ല ഒബ്ലോങ്കേറ്റ, ഹൈപ്പോതലാമസ്, പോൺസ്, മിഡ് ബ്രെയിൻ. ഇതിലിപ്പോ ആരെയാണ് ഉൾപ്പെടുത്താൻ പറ്റാത്ത? യെസ്, ഹൈപ്പോതലാമസിന് അതിൽ നമ്മൾ കണ്ടിട്ടില്ല അല്ലെ. ബാക്കിയുള്ള 3 ഭാഗങ്ങളെ ചേർത്തിട്ടാണ് നമ്മൾ ബ്രെയിൻ സ്റ്റെം എന്ന് വിളിച്ചത്. ഹൈപ്പോതലാമസ് സെപ്പറേറ്റ് ഭാഗമായിട്ടാണ് പഠിച്ചത്. ഓക്കെ അല്ലേ, റെഡി. അപ്പൊ നമ്മൾ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനാണ് കേട്ടോ, അത്രത്തോളം ക്വസ്റ്റ്യൻ ആ ഭാഗത്തുനിന്ന് വന്നു എന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി വേറൊരു ഏരിയയിലേക്ക് പോയാലോ. ഒരു ഏരിയയിൽ ഇങ്ങനെ നിന്നുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്ട വേറൊരു ഏരിയ എന്ന് പറയുമ്പോൾ രോഗങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തേക്ക് കിടക്കും. രോഗങ്ങൾ പഠിക്കുമ്പോൾ രോഗകാരികൾ, പ്രധാനപ്പെട്ട ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗം, ഫംഗസിൻ്റെത്, വൈറസ് ഒക്കെ ഇങ്ങനെ കാറ്റഗറി ചെയ്ത് കൃത്യമായിട്ട് ഇങ്ങനെ സോർട്ട് ചെയ്ത് പഠിച്ചാൽ എളുപ്പമാണ് ഈ ടോപ്പിക് കേട്ടോ. പിന്നെ രോഗത്തിന്റെ നിർണ്ണയിക്കാനുള്ള ചില ടെസ്റ്റുകളെ പേര് എപ്പോഴും ചോദിക്കുന്ന ചില ടെസ്റ്റ് ഉണ്ട്, അത് പഠിക്കാം. ഓക്കെ, പിന്നെ ചില വാക്സിനേഷന്റെ പേരുകളൊക്കെ ഉണ്ടാവും, പ്രതിരോധ വാക്സിൻ, അങ്ങനെയുള്ള ടെക്സ്റ്റിലൊക്കെ പറഞ്ഞതും ഒഴിവാക്കാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളൊക്കെ പഠിക്കുക. അപ്പൊ ബാച്ചിലൊക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടാവും, പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അവർ ക്ലാസ് കാണുക. ഇപ്പൊ ഇവിടെ അല്ല, എവിടെയാണെങ്കിൽ പോലും നിങ്ങൾ കൃത്യമായിട്ട് കിട്ടുന്ന ക്ലാസ്സുകൾ ഭംഗിയായിട്ട് നമ്മൾ കാണുക, നോട്ട് കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു ഓർഡർ അല്ലാതെ കൃത്യമായിട്ട് സോർട്ട് ചെയ്തിട്ട് ബാക്ടീരിയ രോഗങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഒരുമിച്ച്, ഫംഗസ് അങ്ങനെ, വൈറസ് അങ്ങനെ, അപ്പൊ ആ രീതിയിൽ എഴുതി ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കുക, റിപ്പീറ്റ് ആയിട്ട് വായിക്കുക. അല്ലെങ്കിൽ ഷുവറാണ് മറന്നു പോകാൻ ചാൻസ് കൂടുതലുള്ള ഒരു ഭാഗമാണ് രോഗം. കാരണം അത്രയും രോഗങ്ങളുണ്ട്, രോഗകാരികളും ലക്ഷണങ്ങളും ടെസ്റ്റും ഒക്കെ കൂടി ആകുമ്പോൾ നമ്മളെ കൈയിൽ നിന്ന് പോകും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കുക കേട്ടോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. HIV ബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ഏതാ? ഇപ്പോഴും ചോദിക്കുന്നതാണ്. ഇതൊക്കെ ഇനിയെങ്കിലും അറിയാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തൊട്ടെങ്കിലും പഠിച്ചു വെച്ചേക്കട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ മോശമാണ്, നമ്മളെ മാർക്ക് പോകാൻ പാടില്ല കേട്ടോ. എല്ലാവർക്കും അറിയുന്നത് നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ ഭയങ്കര മോശമാണ്. അപ്പൊ നോക്കാം, ഏതാ? HIV ബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ്. എല്ലാവർക്കും അറിയുന്നതെല്ലാം നമുക്ക് അറിയണം എന്നല്ല, നമ്മൾ ഈ ഒരു എക്സാമിന്റെ കാര്യത്തിൽ ഇങ്ങനെ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് അറിയണം. അല്ലാത്ത മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അറിയണമെന്നില്ല. പഠിക്കുന്ന കാര്യമാണ്, അവർക്കെല്ലാം അറിയെങ്കിൽ നമുക്കും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ HIV ബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണേ. ഇതിന്റെ ഓപ്ഷൻ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇതിലെല്ലാം സ്ഥിരം ചോദിക്കുന്ന ചില ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ആണ് ഓപ്ഷനിൽ കിടക്കുന്നത്. HIV മറക്കരുത്. HIV ബാധ എന്ന് പറഞ്ഞാൽ രോഗം ഏതാ? എയ്ഡ്സ് ആണ് അല്ലെ. എയ്ഡ്സ് ആണ് രോഗം. എയ്ഡ്സ് രോഗ നിർണയ ടെസ്റ്റ് ഏതാന്ന് ചോദിച്ചാൽ മതി. ആൻസർ എന്താണ്? എലിസ അല്ലെ. എലിസ എന്ന് പറയുന്നതാണ്. അപ്പൊ എയ്ഡ്സ്
എലിസ. അത് വേഗം കിട്ടും. അതാണല്ലോ എയ്ഡ്സ് എന്ന് മാറ്റിയിട്ട് HIV ബാധ. അപ്പൊ HIV എന്ന് പറയുന്ന വൈറസ് ആണ് അല്ലെ നമുക്ക് എയ്ഡ്സ് രോഗം ഉണ്ടാക്കുന്നത്. അപ്പൊ വൈഡാൽ ടെസ്റ്റ് ഒക്കെ ഏതാ? വൈഡാൽ ടെസ്റ്റ് ഇതാ. ഇനി അങ്ങോട്ട് എത്തുന്ന നിങ്ങൾക്ക് മനസ്സിലാവും. വൈഡാൽ ടെസ്റ്റ് ഒക്കെ അവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. വൈഡാൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ടൈഫോയിഡ് അല്ലെ. ബയോപ്സി ആണെങ്കിൽ ഏതാ? ക്യാൻസർ ആണ്. ക്യാൻസർ കണ്ടെത്താനുള്ളതാണ്. ഓക്കെ. അതുപോലെ കാരണം നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങൾ കലകളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിനെയാണ് ബയോപ്സി എന്ന് പറയാം. എന്നിട്ട് ക്യാൻസർ എങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടോ, അമിതമായ കോശ വിഭജനം അവിടെ നടന്നോ, ക്യാൻസറിന് സാധ്യതയുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതാണ് ബയോപ്സി. പാപ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പാപ്സ്മിയർ ടെസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ക്യാൻസർ തന്നെയാണ്. ക്യാൻസർ ആണെങ്കിൽ പോലും ഏത് റിലേറ്റഡ് ആണ്? സെർവിക്കൽ ക്യാൻസർ എന്നാണ് പറയുക അല്ലെ. സെർവിക്കൽ ക്യാൻസർ. ഗർഭാശയം പുറത്തേക്ക് തുറക്കുന്ന ഗർഭാശയ മുഖം എന്ന് പറയുന്ന ഭാഗത്തിനാണ് സെർവിക്സ് എന്ന് പറയാം. അവിടെ ഉണ്ടാവുന്ന ക്യാൻസർ ആണ് സെർവിക്കൽ ടെസ്റ്റ്. ഓക്കെ. അതേപോലെ മാമോഗ്രഫി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതേതാ? സ്തനാർബുദം, ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഇത് അടുത്ത ക്വസ്റ്റ്യൻ. ക്യാൻസറിനെ പ്രതിരോധിക്കാനായി 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷൻ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഈ അടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ചിലപ്പോൾ നമുക്ക് ഒട്ടും അറിയാത്ത ഒരു സംഭവമായി ആദ്യം തോന്നിയേക്കാം. പിന്നെ ഇതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയി വരാൻ കാരണം നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ അതുണ്ട്. HPV ഉണ്ട്, HIB1 ഉണ്ട്, IPV1 ഉണ്ട്, റോട്ട വൈറസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണെന്ന് അറിയോ വാക്സിനേഷൻ? ചിലപ്പോൾ ഒരു 5ാം ക്ലാസ്സിൽ കുറെ വാക്സിനേഷൻ ഉണ്ട്. ആ കൂട്ടത്തിൽ പോലും കൊടുക്കാത്ത സാധനമാണിത്. ക്യാൻസറിനെ പ്രതിരോധിക്കാൻ 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷൻ ആണ് HPV എന്ന് പറയുന്നത്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. അതാണ് HPV. ഓക്കെ. ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ആ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് ചിലപ്പം അരിമ്പാറ ഉണ്ടാക്കുന്നതെന്ന് കേട്ടിട്ടുണ്ടാവും. ഇതേ അരിമ്പാറ പോലുള്ള ഇൻഫെക്ഷൻ എവിടെ വരികയാണ്? നമ്മളെ സർവിക്സ് പോലുള്ള ഭാഗത്ത്. ഓക്കെ. ലൈംഗിക ഭാഗങ്ങളിൽ വരുവാണെങ്കിൽ അത് പിന്നീട് ആ ഭാഗത്ത് ക്യാൻസറിനുള്ള സാധ്യതയാണ്, സർവിക്കൽ ക്യാൻസറിന്റെ സാധ്യതയാണ്. അപ്പൊ അത് തടയാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന കാര്യമാണ്. നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതവിടെ ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഓക്കെ. ഇതാ ലൈംഗിക രോഗങ്ങളിൽ മുഖ്യമായ ഒന്നാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ജനനേന്ദ്രിയത്തിൽ അരിമ്പാറയും സർവിക്കൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള വിവിധ ക്യാൻസറുകളും ഉണ്ടാക്കുന്ന വൈറസ് വിഭാഗമാണ്. അപ്പൊ ഇത് പഠിച്ചോട്ടോ. ഇത് പിന്നെ ഇതല്ലാതെ വേറെയും ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്ന് വന്നു ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് അരിമ്പാറ. അതേ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് സർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്നത്. സർവിക്സ് എന്ന് വെച്ചാൽ ഗർഭാശയം പുറത്തേക്ക് തുറക്കുന്ന നമ്മുടെ ഭാഗം. HPV ബാധിതരായ വ്യക്തികൾക്ക് രോഗലക്ഷണങ്ങളൊന്നും പ്രകടമാകണമെന്നില്ല എന്നതാണ് ഈ രോഗത്തിനെ കൊണ്ടുള്ള ഒരു കുഴപ്പം അല്ലെ. ആദ്യം ലക്ഷണങ്ങളൊന്നും പ്രകടമാകണമെന്നില്ല. ഉയർന്ന അപകട സാധ്യതയുള്ള HPV ഇനങ്ങളുടെ സ്ഥിരമായ ബാധ സർവിക്സിലെ കോശങ്ങൾക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാക്കും. അവരെ ക്യാൻസർ കോശങ്ങളാക്കിയൊക്കെ മാറ്റിച്ചേക്കാം. ചികിത്സിച്ചില്ലെങ്കിൽ ഈ മാറ്റം സർവിക്കൽ ക്യാൻസറായി മാറും. സർവിക്കൽ ക്യാൻസറിനുള്ള സാധ്യത 18 വയസ്സിന് മുൻപ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പെൺകുട്ടികൾക്ക് കൂടുതലാണ്. അപ്പൊ ഇവിടെ ചില ടെസ്റ്റ് ഉണ്ട്. വൈറസ് ബാധ തീവ്രമായിരിക്കും. അപ്പൊ പാപ്സ്മിയർ ടെസ്റ്റ് ഓപ്ഷനിൽ കണ്ടില്ലേ? സർവിക്കൽ ക്യാൻസറിന്റെ ടെസ്റ്റ് ആണ് കേട്ടോ. HPV ടെസ്റ്റിംഗ് എന്ന് പറയുന്നതുണ്ട്. എന്നിവ രോഗബാധ നേരത്തെ കണ്ടെത്തുന്നതിന് സഹായിക്കുന്നു. കേരളത്തിൽ സ്ത്രീകളിൽ സ്തനാർബുദം കഴിഞ്ഞാൽ, ബ്രസ്റ്റ് ക്യാൻസർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതലുള്ള രോഗമാണ് സർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കാനായി കണ്ടില്ലേ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പെൺകുട്ടികൾക്ക് വാക്സിനേഷൻ ആരംഭിച്ചിട്ടുണ്ട്. റെഡി? ക്ലിയർ അല്ലേ? അപ്പൊ സ്ത്രീകളില് 26 വയസ്സ് വരെയും പുരുഷന്മാരിൽ 21 വയസ്സ് വരെയും നൽകാവുന്ന വാക്സിനുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ വന്നിരിക്കുന്നത്. ക്ലിയർ ആണ്? ഓക്കെ ആന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതേ ഭാഗത്ത് നിന്ന് വേറെയും ഒരു ക്വസ്റ്റ്യൻ ഈ അടുത്ത് ചോദിച്ചു. താഴെ തന്നിരിക്കുന്നവയിൽ മനുഷ്യനിൽ സർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? ഉണ്ടല്ലേ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാൻ കാരണം പുതിയ ബുക്കിൽ അതുണ്ട്, പുതിയ CRT ടെക്സ്റ്റിൽ അതുണ്ട്. ഏതാ സർവിക്കൽ? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണോ? അതേതാ? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് വെച്ചാൽ HIV/4 എയ്ഡ്സ് ആണ് അല്ലെ. എയ്ഡ്സ് ആണ്. അപ്പോ അടുത്തത് ഏതാ? ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. അപ്പൊ മാറിപ്പോവരുത്. HIV, HPV എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ കൊടുക്കട്ടോ. ചാടി കയറി ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. മറ്റേത് HIV ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി, ഇത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഓക്കെ. HPV എന്നാണ് പറയുന്നത്. ക്ലിയർ ആണ്? ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണെങ്കിൽ വൈഡാൽ പരിശോധന ഓൾറെഡി കണ്ടതല്ലേ ക്വസ്റ്റ്യനിൽ വൈഡാൽ പരിശോധന. അപ്പൊ ഞാൻ പറഞ്ഞു ടൈഫോയിഡ് എന്ന് പറയുന്ന രോഗമാണ്. ഓക്കെ. രോഗം ഏതാണ്? ടൈഫോയിഡ്. അപ്പൊ രോഗമാണ് ചോദിച്ചതെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാമായിരുന്നു അല്ലെ. നോക്കുമ്പോൾ രോഗകാരിനെയാണ്. രോഗം അറിയാത്ത ഒരാള് രോഗകാരിനെ പറയാൻ പറ്റുമോ? ഇതല്ലേ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. വൈഡാൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയുന്നു? രോഗം തിരിച്ചറിഞ്ഞു ടൈഫോയിഡ്. അങ്ങനെയാണ് രോഗകാരിനെ തിരിച്ചറിയുക. സാൽമോണല്ല ടൈഫി. ഓക്കെ. ഏതാണ്? സാൽമോണല്ല ടൈഫി എന്ന് പറയുന്നതാണ് രോഗകാരി. ഓക്കെ. ഇതൊരു ബാക്ടീരിയ ആണ് കേട്ടോ. ടൈഫോയിഡ് ആണെങ്കിൽ ബാക്ടീരിയ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണെങ്കിൽ എലിപ്പനിക്ക് കാരണമായ രോഗകാരിന്റെ പേരെന്താണ്? എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏതാണ്? ബാക്ടീരിയ ആണ് എന്ന് പഠിക്കാം. അതറിയാം. ചിലപ്പോൾ അത്രയേ ചോദിക്കുള്ളൂ. ബാക്ടീരിയോ ഫംഗസോ വൈറസോ. ഇനി ബാക്ടീരിയ എന്ന് മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യണം? നമ്മൾ ബാക്കിൽ എലി എന്ന് ആലോചിച്ചിട്ട് ബാക്ടീരിയ ആണ് എലിപ്പനി എന്ന് ഓർത്ത് വെക്കാറുണ്ട് അല്ലെ.
ഇനി എന്താ പറയാ, എലിപ്പനിക്ക് നമ്മൾ റാറ്റ് ഫീവർ എന്ന് പറയാറുണ്ട്. റാറ്റ് ഫീവർ എന്നാണ് നമ്മൾ കോമൺ ആയിട്ട് പറയാം. പിന്നെ പറയുന്ന ഒരു പേരാണ് ലെപ്റ്റോസ്പൈറോസിസ് എന്ന് വിളിക്കുന്ന രോഗമാണിത്. ലെപ്റ്റോസ്പൈറോസിസ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ ആൻസർ ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ എലീനെ ആലോചിച്ച് നമ്മൾ എലി, മൗസ്, നമ്മളെ മുന്നിൽ ഇപ്പൊ ഇതാ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു മൗസ് ഉണ്ട്. അപ്പം ഈ മൗസും ലാപ്ടോപ്പും തമ്മിൽ ബന്ധമുണ്ട് അല്ലെ. അപ്പൊ എലിയും ലാപ്ടോപ്പും തമ്മിലുള്ള ബന്ധം നമുക്ക് എങ്ങനെയാക്കി മാറ്റാം? ലാപ്ടോപ്പ് ലെപ്റ്റോ എന്ന് കിട്ടും. ലെപ്റ്റോ കിട്ടിയ പോലെ ലെപ്റ്റോസ്പൈറ. അപ്പൊ ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ലെപ്റ്റോസ്പൈറോസിസ് എന്ന് ഈ രോഗത്തിന് പേര് കിട്ടിയത്. റാറ്റ് ഫീവറിന് പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു കോമൺ ആയിട്ട് പറയുന്ന ഒരു വാക്കാണ്. എലിപ്പനി എന്നുള്ളതിനാണ് റാറ്റ് ഫീവർ എന്ന് പറയുന്നത്. ബാക്ടീരിയ ഉണ്ടാക്കുന്നതാണെന്ന് പഠിക്കുക കേട്ടോ. എന്നിട്ട് ബാക്ടീരിയന്റെ പേര് നമ്മൾ പഠിക്കുന്നു. ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിന്റെ പേരെന്താണ്? ക്ഷയരോഗം എപ്പോഴും ചോദിക്കുന്ന, ഒരു കുഞ്ഞു ജനിച്ചാൽ ആദ്യ നാളുകളിൽ എടുക്കുന്ന വാക്സിനേഷൻ ഏറ്റവും പ്രധാനമാണ്. ഏതായിരിക്കും? BCG. മറക്കരുത്. ഓക്കെ, BCG എന്ന് പറയുന്നതാണ് വാക്സിനേഷൻ. അപ്പോ നോക്കുക, 5ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇങ്ങനെ എല്ലാ വാക്സിനേഷന്റെയും പേരൊക്കെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇതാ കുഞ്ഞു ജനിച്ചു അല്ലെ, ജനന സമയത്ത് തന്നെ എടുക്കുന്നതാണ് നമ്മളെ BCG എടുക്കുന്നത്. പിന്നെ OPV എടുക്കും എന്ന് പറഞ്ഞാൽ ഓറൽ പോളിയോ വാക്സിൻ ആണ്. ഹെപ്പറ്റൈറ്റിസിന്റെ B വാക്സിനേഷനും എടുക്കും. പിന്നെ ഇവിടെ നമ്മളെ പുതിയ ടെക്സ്റ്റിൽ BCGന്റെ പൂർണ്ണ രൂപമൊക്കെ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ മനസ്സിലാക്കട്ടോ. B എന്ന് പറഞ്ഞാൽ ബാസിലസ് ആണ്. ബാസിലസ് എന്ന് വെച്ചാൽ ബാക്ടീരിയ. ഇങ്ങനെയുള്ള ഒരു റോഡ് ദണ്ഡാകൃതിയിലാണ് ബാക്ടീരിയന്റെ ഷേപ്പ്. അതിനെ കാണിക്കുന്ന വാക്കാണ് ബാസിലസ്. ബോക്സ് പോലത്തെ ഒരു ഷേപ്പ്. കാൽമറ്റ് ആൻഡ് ഗേറിൻ എന്ന് പറഞ്ഞാൽ ഈ വാക്സിനേഷൻ കണ്ടെത്തിയവരാണ് കേട്ടോ. അപ്പൊ അവരെ പേരൊക്കെ വെച്ചുകൊണ്ടാണ് കിട്ടിയിരിക്കുന്നത്. ബാസിലസ്, കാൽമറ്റ്, ഗേറിൻ. അതിന്റെ ഷോർട്ട് ആണ് BCG. ഓക്കെ, അപ്പൊ ആദ്യം എടുക്കുന്നതാണ്. ഓറൽ പോളിയോ വാക്സിൻ പോളിയോ രോഗവുമായി ബന്ധപ്പെട്ടതാണ്. ഹെപ്പറ്റൈറ്റിസ് B എന്ന് പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് B രോഗമായിട്ട് വരാതിരിക്കാനുള്ള വാക്സിനേഷൻ ആണ്. ഓക്കെ, അങ്ങനെ എല്ലാ വാക്സിനേഷൻസും ചാർട്ട് കൊടുത്തിട്ടുണ്ട്. 5th പുതിയ ടെക്സ്റ്റിലാണ്, പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലാണുള്ളത്. എല്ലാവരും നിർബന്ധമായിട്ട് കണ്ടെത്തിയിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കുക. ഈ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാം. നേരത്തെ നിങ്ങൾ ഓപ്ഷനില് റോട്ട വൈറസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ഈ റോട്ട വൈറസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. RVV ആണ് റോട്ട വൈറസ്. ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വോമിറ്റിംഗ് അല്ലെ വയറിളക്കം പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. അത് തടയാനുള്ള വാക്സിനേഷൻ ആണ് RVV വാക്സിനേഷൻ എന്ന് പറയുന്നത്. അതും ജനിച്ചു കഴിഞ്ഞാൽ 6 ആഴ്ചയിൽ തന്നെ കൊടുക്കുന്ന വാക്സിനേഷന്റെ കൂട്ടത്തിൽ എന്തുണ്ട്? RVV ഒക്കെ ഉണ്ട്. റോട്ട വൈറസ് വാക്സിനേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ? അപ്പൊ ആ ഭാഗം പഠിക്കണം. 2 പേജസ് ആയിട്ടാണ് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത്. അങ്ങനെ 16 വയസ്സ് വരെയുള്ള വാക്സിനേഷൻ ഇവിടെ ഉണ്ട്. 14 വയസ്സ് വരെ. ഇവിടെ TD1 ഉണ്ട് 10 വയസ്സിൽ. 16 വയസ്സിൽ TD2 ഉണ്ട്. TD പറയുമ്പം അവിടെ T ഫോർ ടെറ്റനസും D ഡിഫ്തീരിയ ആണ് കേട്ടോ. ടെറ്റനസ് നമ്മൾ TT എടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് TD ആണ്. TT എന്ന് പറയുന്നത് ടെറ്റനസിന് മാത്രം. അപ്പൊ അതിന്റെ കൂടെ ഡിഫ്തീരിയനെയും കൂടെ ആഡ് ചെയ്തിട്ട് TD ആണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയമൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ, നമ്മൾ സ്കൂളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ ക്യൂ നിന്ന് എടുത്ത ഇഞ്ചക്ഷൻ ഒക്കെ സംഭവങ്ങളാണ് ഇത്. അപ്പൊ 16 വയസ്സോടു കൂടിയാണ് അത്യാവശ്യം ഏറ്റവും എല്ലാവർക്കും വേണ്ട വാക്സിനേഷൻസ് കഴിയുന്നത്. പിന്നെ അതിനിടയിൽ ഇപ്പൊ പല രോഗങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വാക്സിനേഷനൊക്കെ വേറെ കിട്ടുമെങ്കിലും ഇത് എല്ലാ കുട്ടികൾക്ക് ആ ഒരു ഓർഡറിൽ കൊടുക്കുന്ന വാക്സിനേഷന്റെ ചാർട്ട് മാത്രമാണ് ഇവിടെ ഉൾപ്പെടുത്തി. റെഡി? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ സ്ഥിരം നമ്മൾ പേപ്പറിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രധാന കാര്യം അമീബിക് മെനിഞ്ചോ എൻസെഫാലൈറ്റിസിന് കാരണമായ രോഗകാരി. അമീബിക് മസ്തിഷ്ക ജ്വരം അല്ലെ. ഏതാണ് അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അമീബയാണ് എന്നറിയാം. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്നെങ്ങാനും കണ്ടാൽ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പോകരുത്. കാരണം അത് അമീബിയാസിസ് ആണ് കേട്ടോ. എൻഡമീബ എന്ന് കൊടുത്താൽ അത് അമീബിയാസിസ് ആണ്. അമീബ വെള്ളത്തിൽ കൂടെയൊക്കെ അല്ല ആഹാരത്തിൽ കൂടെയൊക്കെ നമ്മുടെ വയറിലേക്ക് പോയാൽ വയറിലുണ്ടാകുന്ന പ്രശ്നം വയറിളക്കം പോലുള്ള പ്രശ്നങ്ങളാണിത്. ഇത് അമീബ മൂക്കിൽ കൂടെ ബ്രെയിനിൽ പോയാലുള്ള പ്രശ്നം. അപ്പൊ കുറച്ചുകൂടെ ബ്രെയിനിൽ പോകുന്നു എന്ന് പറയുമ്പോൾ പ്രശ്നമാണ് അല്ലെ, മരണം സംഭവിക്കുന്നതാണ്. നമ്മൾ പേപ്പറിൽ സ്ഥിരം കേൾക്കുന്നതാണ്. അമീബിക് മെനിഞ്ചോ എൻസെഫാലൈറ്റിസിന് കാരണം അപ്പൊ കുളം, വെള്ളച്ചാട്ടം, ക്ലോറിനേഷൻ ചെയ്യാത്ത സ്വിമ്മിംഗ് പൂളൊന്നും കുളിക്കരുത് എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ് അല്ലെ. അപ്പൊ അമീബേനെയും കൂടെ പേടിക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ നമ്മള്. ആൻസർ ചെയ്താ നെഗ്ലേറിയ ഫൗലേറി. ഓക്കെ, നെഗ്ലേറിയ ഫൗലേറി എന്ന് പറയുന്നതാണ് സംഭവം. ട്രിപ്പാനോസോമ ഗ്യാമ്പിയൻസ് എന്നൊക്കെ പറഞ്ഞാലൊക്കെ പഠിച്ചു വെക്കേണ്ടത് തന്നെയാണ് കേട്ടോ. അവരൊക്കെ പ്രോട്ടോസോവ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നതാണ്. രോഗം ഏത് കാറ്റഗറിയാണ്? പ്രോട്ടോസോവ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന രോഗകാരികളാണ്. അമീബ ആയാലും പ്ലാസ്മോഡിയം, മലേറിയ, മലമ്പനി ഉണ്ടാക്കുന്ന പ്ലാസ്മോഡിയ ആയാലും എല്ലാം ആ കൂട്ടത്തിൽ വരുന്നതാണ്. ട്രിപ്പാനോസോമയും അതിലാണ് വരിക. ട്രിപ്പ് പോകുന്ന സമയത്ത് എപ്പോഴും ഉറങ്ങുന്ന ആൾക്കാരുണ്ട് അല്ലെ. അപ്പോ ആഫ്രിക്കൻ ഉറക്ക രോഗം, ആ ഒരു രോഗം അല്ലെ ആയിട്ട് ബന്ധപ്പെട്ടതൊക്കെയാണ് നമ്മൾ ട്രിപ്പാനോസോമ എന്ന് പറയുന്നത്. ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. പ്ലാസ്മോഡിയം ഫാൽസിപാരം ഏതാണ്? മലമ്പനി അല്ലെ. മലമ്പനി നമ്മളെ മലേറിയ ഉണ്ടാക്കുന്നതാണ്.
ഇത് ഉറക്ക രോഗമാണ് കേട്ടോ. ആഫ്രിക്കൻ ഉറക്ക രോഗം, സ്ലീപ്പിംഗ് സിക്നസ് ആണ്. അതാണ് ട്രിപ്പാനോസോമ എന്ന് പറയുന്നത്. വാരിസെല്ല സോസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? വാരി നമ്മള് സെല്ല് ചെയ്യുന്നു. എന്തിനെയാണ്? ചിക്കനെയാണ് അല്ലെ. ചിക്കന്റെ ബോക്സിൽ നിന്നാണ്. ചിക്കൻ പോക്സിന്റെ കാര്യമാണ് വാരിസെല്ല സോസ്റ്റർ. ഓക്കെ, മറക്കരുത്. റെഡി, ക്ലിയർ, യെസ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ പരിചയപ്പെട്ടു. അപ്പോ പ്രധാനപ്പെട്ട ഏരിയ ഏതാണ്, സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്, പുതിയ ടെക്സ്റ്റിലുള്ള അപ്ഡേഷൻസ് എന്തൊക്കെയാന്നൊക്കെയാണ് ഇപ്പൊ കണ്ടത് അല്ലെ. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണ്, ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പൊ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുകയാണ്. ഈ ഒരു സമയം കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടപ്പോൾ കുറെ കാര്യങ്ങൾ പഠിച്ചതൊക്കെ ഓർമ്മിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ എന്തായാലും കൂടുതൽ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് വിത്ത് ഫാക്ട്, അതിന്റെ ആൻസേഴ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും സുഖമാണ്, നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് അതിന് താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അതേപോലെ തന്നെ കൂടുതലായിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലും അവിടെ റിക്വസ്റ്റ് ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ വീണ്ടും കാണാം.